ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സൽക്കാരമുണ്ട്. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു മിനിമൽ ലുക്കിലാണ് നമ്മൾ പോയത്. കല്യാണം കണ്ടിട്ട് എത്രാം സൽക്കാരമാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു പാലിറങ്ങിയപ്പോഴേക്കും നമ്മൾ അവരുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് മിയമോള് നല്ല സുന്ദരിയായിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കുറച്ച് നാണമൊക്കെ കാണിച്ചെങ്കിലും പിന്നെ ആളങ്ങ് ഉഷാറായി. പിന്നെ അടുത്താളാണ് ഈ ഫോണിൽ ഭയങ്കര ബിസി ആയിരുന്നോണ്ട് ഞങ്ങൾ വന്നതേ അവൻ അറിഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് വരുന്ന പ്രമാണിച്ച് ഏറ്റവും വലിയ പണി മെഹ്റൂനായിരുന്നു. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റും അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിനേക്കാളും അടിപൊളി മെഹ്റൂടെ കൊഞ്ച് ഫ്രൈ ആയിരുന്നു. ഇത്തിരി കരിഞ്ഞുവെങ്കിലും ഒടുക്കത്ത ടേസ്റ്റ് ആയിരുന്നു. സൈഡ് ഡിഷ് ഒക്കെ സെറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തു. മെയിൻ അട്രാക്ഷൻ ഇന്ന് നമുക്ക് മന്തിയായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ അൽത്തും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ എല്ലാത്തിനും കുറച്ചെടുത്ത് ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ച് ക്ഷീണിച്ച് കുറച്ച് അവിടെ റെസ്റ്റ് ചെയ്തു. പിന്നെ നേരെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. കാരണം കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. മെഹ്റൂ പിന്നെ റെഡി ആയതുകൊണ്ട് എന്റെ ലിപ്സ്റ്റിക് വെച്ചിട്ട് ഞാൻ ആ മുഖത്തൊരു താജ്മഹൽ അങ്ങോട്ട് പണിത് വെച്ചിട്ടുണ്ട്. എന്റെ മുഴുവൻ കഴിവ് അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് കിട്ടി. അതുപോലെ കുറച്ച് റീൽസ് എടുത്തു. അതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നന്നായിട്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം അവിടെ നിന്ന് ബൈക്ക് പറഞ്ഞ് ഇറങ്ങി നേരെയാണ് തിയേറ്ററിലോട്ട് പോയി. ഈവനിങ് നമ്മൾ സൂര്യയുടെ കറുപ്പ് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൂര്യയുടെ കംബാക്ക് മൂവി തന്നെ പറയണം. നല്ല അടിപൊളി മൂവിയായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണാം. മൂവി കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴക്കാറുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എവിടെയും നിർത്താണ്ട് നേരെ വീട്ടിലോട്ട് പോയി. അത്രേ ഉള്ളൂ. ബൈ.